ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ഈ ഇല വെച്ചിട്ടാണ് കേട്ടോ. കൈ നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ? വാ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ പുറകുവശത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെയാണ് ഈ സംഭവം കിടക്കുന്നത്. ഞാനൊരു കൊമ്പ് ഒടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഇലയാണ് ഞാൻ നേരത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേരാണ് പാൽച്ചീര. ഞങ്ങളിതിനെ പാൽച്ചീര എന്നാണ് പറയാറ്. ഇനി മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് അറിയില്ല. അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങളിതിനെ പാൽച്ചീര എന്ന് പറയും. ഇതിനൊരു ചെറിയ പാലുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ പാൽച്ചീര എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഓരോ ഇലയും ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് പാലിങ്ങനെ വരും കേട്ടോ, ചെറിയ രീതിയിൽ. ഇത് ഞാനൊരു വലിയ കൊമ്പിനെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് ഇത് പറിക്കാറ്, കൊമ്പ് പൊട്ടിച്ചിട്ട്. കാരണം അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊട്ടിച്ച സൈഡിൽ കൂടെ എല്ലാം വേറെ പുതിയത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ അത് പൊട്ടിച്ചെടുക്കാറ് കേട്ടോ. പിന്നെ എടുക്കുന്ന സമയത്ത് ഇളയ ഇല നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അധികം മൂത്ത ഇല നോക്കിയിട്ട് എടുക്കരുത്, അപ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ അധികം മൂപ്പാവാത്ത ഇല നോക്കിയിട്ട് പറിക്കാം. ഞാൻ ഈ ഇല പറിക്കുന്നുണ്ട്. എൻ്റെ മൂത്തച്ഛനോട് പറയുന്നത് കുട്ടികളും മുട്ടായി പറഞ്ഞ് കൈയിട്ട പോലെയുണ്ട്. എനിക്ക് ചീര കണ്ട ഒരു പ്രാന്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചത് കഴിക്കാറുണ്ട്. ഇതിനെ പറ്റി അറിയാത്ത പലരും ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് ചീരയാണോ, കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പറിച്ച് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഇല നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതും കൊണ്ട് ഇനി നേരെ കിച്ചണിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കപ്പയുടെ ഇലയില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ കാണാൻ ഏകദേശം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നല്ലപോലെ വെള്ളത്തിലിട്ട് മുക്കിയെടുക്കണം. 2-3-4 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ പാലൊക്കെ ഒന്ന് പോയി കിട്ടണം. ഞാൻ 2-3 പ്രാവശ്യം അത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് കുനുകുനാന് അരിഞ്ഞെടുക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഇലയിൽ നല്ല കുനുകുനാന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ? ആ ഇല മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇതിപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇല ഉണ്ടല്ലേ, ഒരു തവണ വെക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പോലും കാണില്ല. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സാധാ ചീരയൊക്കെ അരിഞ്ഞു വെച്ചാലും അങ്ങനെ തന്നെയല്ലേ, അതുപോലെ തന്നെ. ഇത് ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണേ. ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഉള്ളി മൂപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുനുകുനാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആ എണ്ണയും ഉള്ളിയും ഉപ്പും ഒക്കെ എല്ലായിടത്തും എത്തണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം തന്നെ ആ ചട്ടിയിലേക്കൊന്ന് നോക്കിയേ. ഇട്ട് കൊടുത്തപ്പോൾ ചട്ടി നിറയെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ല. ഇപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഈ അടച്ചു വെച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മറ്റു ചില പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പം നമുക്കത് ചെയ്യാം. അപ്പോൾ ഇനി ഇത് അവിടെ കിടന്നങ്ങോട്ട് വേവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചിടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇത് ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചീര ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ തേങ്ങയൊക്കെ എല്ലായിടത്തും എത്തണം. തേങ്ങ കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല. എല്ലാം എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ സാധാ ചീരനെക്കാട്ടിലും വേവുണ്ട് കേട്ടോ. നമ്മുടെ സാധാ ചീര പെട്ടെന്ന് വേവും, പക്ഷേ ഇതങ്ങനെ പെട്ടെന്ന് വേവായി കിട്ടില്ല. അത്യാവശ്യം വേവുള്ള ചീരയാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം വേവായി കഴിഞ്ഞാൽ ഇതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ. നമ്മുടെ ആ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു സ്മെല്ല് അതിങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേവായി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാട്ടോ. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ ചോറിലിട്ട് കുഴച്ച് കഴിക്കാൻ തോന്നും. എനിക്ക് അങ്ങനെയാണ്. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.